സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ ദിവസം ഭാമ പറഞ്ഞതുപോലെ ഭാമ എന്ന കൺമണിയുടെ അമ്മായിക്ക് ഇംഗ്ലണ്ടിൽ പോകാൻ ഒരവസരം കിട്ടുകയാണ് കേട്ടോ. ഇത് സുലോചന ശ്രീനിയോടും ഒക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഭാമയ്ക്ക് അങ്ങനെ ഒരവസരം വന്നതിൽ ശ്രീനിക്കും കൺമണിക്കും സന്തോഷമാവുന്നുണ്ട്. എങ്ങനെയാണ് അവസരം വന്നതെന്നൊന്നും പറയുന്നില്ല. എന്തായാലും അവരുടെ കാര്യം വളരെ ദയനീയമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കൺമണിയോട് ദേഷ്യമുണ്ടായിരുന്നപ്പോൾ മാത്രമല്ല, അത് മാറിയപ്പോഴും അവരുടെ സ്ഥിതി മെച്ചപ്പെട്ടില്ല. മാനസ കൺമണിയോടുള്ള ദേഷ്യം മുഴുവൻ അവരോടായിരുന്നു തീർത്തിരുന്നത്. ഇപ്പോഴും സസ്പെൻഷനിലാണല്ലോ. അതിന് കാരണം മാനസയുടെ റിവഞ്ച് ആണല്ലോ. ധനലക്ഷ്മിക്കാണെങ്കിൽ ഇതറിഞ്ഞിട്ട് വല്ലാത്ത ഒരു അസൂയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അതൊന്നും പുറത്തു കാട്ടാതെ അമ്മായിമാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ധനലക്ഷ്മി തീരുമാനിക്കുകയാണ്. അതിനായിട്ട് അമ്മായിമാരെ എന്നൊക്കെ വിളിച്ച് സന്തോഷത്തോടെ അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ് ധനലക്ഷ്മി. ഇംഗ്ലണ്ടിലൊക്കെ പോയി കഴിയുമ്പോൾ ഇഷ്ടം പോലെ പണം അവർക്കുണ്ടാകുമല്ലോ. അതൊക്കെ തനിക്ക് കിട്ടിയാൻ വേണ്ടിയാണ് ഇപ്പോഴേ ധനലക്ഷ്മി അവരോട് കൂടുതൽ അടുക്കാനൊക്കെ തീരുമാനിക്കുന്നത്. അടുത്ത് ചെന്നിരുന്നപ്പോൾ എന്തോ കാര്യം പറഞ്ഞ് തമാശയ്ക്ക് എന്ന പോലെ ധനലക്ഷ്മിയുടെ ചെകിടിനിട്ട് ഒരടി കൊടുക്കുന്നുണ്ട് ഭാമ. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ വീണ്ടും കളിച്ചിരികളോടെ ഭാമയുടെ അടുത്ത് സംസാരിക്കുകയാണ് ധനലക്ഷ്മി ചെയ്യുന്നത്. അതൊക്കെ ശ്രീനിയുടെ അടുത്ത് ഭാമയും സുലോചനയും ശാന്തയും പറയുന്നുണ്ട്. ഇവള് പോവുകയാണെന്നറിഞ്ഞപ്പോൾ ലണ്ടനിൽ പോകാൻ ധനലക്ഷ്മി കച്ചുകെട്ടി ഇറക്കിയാണ് എന്നൊക്കെ. പക്ഷെ ഭാമ പോകുന്ന കാര്യത്തിൽ മറ്റു രണ്ടു പേർക്കും കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. കാരണം വേറൊന്നുമല്ല, അവരെ കൂടി നല്ല ഒരു രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും അവരൊരു അബദ്ധത്തിൽ ചാടാൻ പോകുമ്പോൾ അതിനെ തടഞ്ഞിരുന്നതും ഒക്കെ ഭാമയാണ്. ഭാമേച്ചി പോയി കഴിഞ്ഞ് നമ്മുടെ ഇടയിലെ കളിയും ചിരിയും നഷ്ടമാകുന്നതൊക്കെ സുലോചന പറയുമ്പോൾ ഭാമ അവരെ രണ്ടുപേരെയും ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. മിക്കവാറും ഭാമ പോകുന്നതിന് കൺമണിക്ക് യോജിപ്പുണ്ടാകില്ല. അവൾ ഇപ്പോഴത്തേക്കാൾ നല്ലൊരു ജോലി അല്ലെങ്കിൽ അവർക്ക് മേടിച്ചു കൊടുക്കാനും സാധ്യതയുണ്ട്. അപ്പോഴവർക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ സ്നേഹവും മമതയും കൺമണിയോട് കൂടുകയും ചെയ്യും. അതിനുശേഷം സുജാതയും സാഗറും കൺമണിയുടെ കാര്യത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാഗറിനെ രക്ഷിച്ചപ്പോൾ വളരെ വലിയ സ്നേഹം തോന്നുന്നുണ്ട് കൺമണിയോട് സുജാതയ്ക്ക്. പക്ഷേ ഈ ആന്റിയമ്മയും മാനസയും കൂടി ഓരോന്ന് പറഞ്ഞ് തിരിപ്പിച്ച് മനസ്സ് മാറ്റിയിരിക്കുകയാണ് സുജാതയുടെ. സാഗർ നോക്ക്, വേണ്ടാത്ത ചിത്രങ്ങളൊന്നും വേണ്ട. അവൾ അലികയിലെ ഒരു സ്റ്റാഫ് മാത്രമാണ്. നമ്മുടെ മരുമകൾ മാനസ മാത്രമാണ്. ആ ഒരു ബന്ധം മാത്രമേ ഞാൻ അംഗീകരിക്കൂ എന്നൊക്കെ സുജാതയും പറയുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ജീവനോടെ ഇരിക്കാൻ അവൾ മാത്രമാണ് കാരണം. അതിന് നന്ദിയും കടപ്പാടും എന്നും അവളോട് വേണം. പക്ഷെ അതിനപ്പുറം ഒരു ബന്ധമൊന്നും നമുക്ക് അവളോട് വേണ്ട സാഗറിന് പറയാണ് സുജാത. പക്ഷെ സുജാത താനൊരു കാര്യം ആലോചിക്കണം. നമ്മൾ സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത്. നമ്മളെ ആരെങ്കിലും പിരിക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെയല്ലേ അവരും. മാത്രമല്ല അവരിവരും അത്രമേൽ അഗാധമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നവരെ എങ്ങനെയാണോ പിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ സാഗരം ആകെ കൺഫ്യൂഷനിലാണ്. മാനസിക്ക് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കാനും പറ്റില്ല. കൃഷ്ണയെയും കൺമണിയെയും വേർപിരിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. എന്തായാലും കൺമണി തന്റെ അവശതകൾക്കിടയിലും ആത്മാർത്ഥമായിട്ട് തന്നെ തന്റെ ക്യാബിലിരുന്ന് ജോലി ചെയ്യുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിന്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്